നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് കറിയൊന്നും ഇല്ലെങ്കിൽ തന്നെയും നമുക്ക് ഈ ഒരു ചമ്മന്തി ഉപയോഗിച്ച് പാലപ്പവും ദോശയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു തേങ്ങ വെച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ്. പണ്ട് നമ്മുടെ ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു തേങ്ങയുടെ ഒരു ഡ്രൈ ചമ്മന്തി ഇല്ലേ, അതാണ് ഞാൻ തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ കുറച്ച് തേങ്ങ തിരുമ്മിയത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 നുള്ളു മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ പെരിഞ്ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ശേഷം ഇത് നല്ലതുപോലെ കൈവച്ച് ഒന്ന് തിരുമ്മിയെടുക്കണം. തേങ്ങ നമ്മുടെ ചമ്മന്തി എത്ര പേർക്ക് സെർവ് ചെയ്യണോ അതിനനുസരിച്ച് തേങ്ങ എടുക്കേണ്ടതാണ്. ഞാനിപ്പോൾ ഒരു മീഡിയം വലിപ്പമുള്ള തേങ്ങയുടെ ഒരു മുറിയുടെ 1/4 ഭാഗവും തിരുമ്മി എടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടിക്ക് പകരം സാധാ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. എരിവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവ് ഉപ്പും ക്രമീകരിച്ചെടുക്കുക. ഇപ്പം നല്ലതുപോലെ തേങ്ങയും മുളകും എല്ലാം ഞാൻ നല്ലതുപോലെ കൈവച്ച് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചമ്മന്തി ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ കടുകിട്ട് കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഒരു 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ശേഷം ഞാൻ ഒരു 4 ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. പക്ഷേ ഇത് ചുമന്നുള്ളി ഒത്തിരി അങ്ങ് ഗോൾഡൻ കളറാവണ്ട. അതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് ചുമന്നുള്ളി വാട്ടി ആ ഗോൾഡൻ കളർ ആവുന്നതിന് മുന്നേ ഉള്ള ആ ഒരു പരുവം, ഈ ഒരു പരുവത്തിൽ ആക്കിയെടുക്കുക. ശേഷം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി തിരുമ്മി എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ആ തേങ്ങയുടെ ആ വെള്ളം നമ്മളൊന്ന് ഞെരടി കഴിയുമ്പോൾ അതിൽ നിന്ന് കുറച്ച് തേങ്ങാപ്പാലിൻ്റെ ഓയിലിൻ്റെയൊക്കെ ആ ഉഴുത് വരും. അതൊന്ന് മാറ്റി ഒന്ന് ഡ്രൈ ആക്കി ഒരു തോരൻ പോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. തീ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്ത് അങ്ങനെ ഈ ഒരു പരുവത്തിൽ ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ഒരു രീതിയിൽ ഡ്രൈ ആക്കി എടുക്കുക. നല്ല ടേസ്റ്റോടുകൂടിയ ചോറിൻ്റെ കൂടെയും നമുക്ക് പാലപ്പത്തിനാണ് നമ്മൾ ഈ കറി മെയിനായിട്ട് നമുക്ക് തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്നത്. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും പുതിയ നല്ല നല്ല വീഡിയോ ആയിട്ട് കാണുന്നതിനും വരെ ബൈ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.